ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ PCOSനെ കുറിച്ചുള്ളതാണ്. നമുക്ക് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് എങ്ങനെ PCOS പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. PCOS ഞാൻ ഈ ഒരു മന്ത്, ഇന്ന് സെപ്റ്റംബർ 1 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ സെപ്റ്റംബർ മന്ത് ഒരു PCOS അവയർനെസ് മന്തായിട്ടാണ് ഗ്ലോബലി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു PCOS ഉള്ള 70% സ്ത്രീകളും PCOS ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് വളരെ കൂടാനും ഇത് മൂലമുണ്ടാകുന്ന പല അസുഖങ്ങളും വരാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ മുന്നേ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് നമുക്കിതിനെ കൂട്ടാം. അതായത് ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്കിതിനെ പറയാം. നമ്മുടെ ജീവിതശൈലികൾ മാറ്റുമ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാന്നുള്ളത്, ഒന്ന് സ്കാനിങ്ങിൽ നിങ്ങളുടെ ഓവറിയിൽ ഒരുപാട് സിസ്റ്റുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ആൻഡ്രോജൻ ലെവൽ വളരെ കൂടിയിരിക്കും. പിന്നെ മെൻസ്ട്രുവേഷൻ വളരെ ഇറഗുലർ ആയിരിക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടാവുമ്പോൾ തന്നെ വളരെ ബ്ലീഡിങ്ങോട് കൂടി വരും. ഈ മൂന്ന് കാരണങ്ങളിലൂടെ നമുക്കിത് കൺഫേം ചെയ്യാം PCOS ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്കുണ്ടാകുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, മുടികൊഴിച്ചിലുണ്ടാവാം, നെറ്റി കയറിപ്പോവാം, ആക്നേസ് വരാം, അതുപോലെ മുഖത്ത് ആൻഡ്രോജൻ കൂടുന്നതുകൊണ്ട് തന്നെ, പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ കൂടുന്നതുകൊണ്ട് തന്നെ മുഖത്ത് ഒക്കെ അമിത രോമ വളർച്ച ഉണ്ടാകാം. പിന്നെ മെൻസ്ട്രുവേഷനുള്ള വ്യത്യാസം, അതായത് ചില മാസങ്ങളിലാവില്ല, 2-3 മാസങ്ങൾ കൂടുമ്പോൾ ആവും. അങ്ങനെ ആകുമ്പോൾ തന്നെ വളരെയധികം ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് 1 മാസം വരെ കണ്ടിന്യൂസ് ആയി നിൽക്കും. ഇങ്ങനെയുള്ള പല സിംറ്റംസിലേക്കൂടെയും നമുക്കിത് കൺഫേം ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് നമുക്ക് ഇത് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്, അതായത് വന്ധ്യത. കുട്ടികളൊക്കെ ഇല്ലാത്തവരിലാണെങ്കിൽ ഈ വന്ധ്യതയ്ക്ക് ഇത് കാരണമാകാറുണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഒരു ലോങ് ടൈം എഫക്റ്റ് എന്ന് പറയുന്നത്, പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അതുപോലെ ഹാർട്ടിനുള്ള അസുഖങ്ങൾ, പിന്നെ കൊളസ്ട്രോള്, പിന്നെ നമുക്ക് എൻഡോമെട്രിയൽ തിക്നെസ് കൂടിയിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ ആകാനുള്ള റിസ്ക് ഉള്ള ഒരു അസുഖമാണ് PCOS. വളരെ സിമ്പിളായിട്ട് കാണേണ്ടതല്ല. ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ, എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം, വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം. PCOS, PCOD ഒക്കെ ഉള്ളവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കൂടാതെ നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 10% എങ്കിലും നമുക്കുള്ള വെയിറ്റ് ഒന്ന് കുറക്കാൻ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. BMI ഒക്കെ നോക്കുമ്പോൾ ഒരു 25-ൽ കൂടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വെയിറ്റ് വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. വെയിറ്റ് കൂടാതെ നോക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഈ വെയിറ്റ് കൂടാതെ നോക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മൾ എക്സസൈസ് ഡെയിലി ചെയ്യുക. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ചെയ്യേണ്ടതാണ്. എക്സസൈസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെസ്സ് ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ട്രെസ്സ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രെസ്സ് കുറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് പറ്റണമെന്നില്ല. ഇപ്പം ഒരുപാട് സ്ട്രെസ്സ് വരുന്നവരോട് സ്ട്രെസ്സ് കുറക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഇപ്പം നമുക്ക് എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് യോഗ ചെയ്യാം. യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഒരു കാംനെസ്സും സ്ട്രെസ്സും ഒക്കെ കുറക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ PCOD, PCOSന് വേണ്ടിയിട്ടുള്ള യോഗകളുണ്ട്. ഈ യോഗാസനങ്ങൾ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യുന്നത് വളരെ ഒരു സ്ട്രെസ് റിലീഫ് തരും. അതുപോലെ മെഡിറ്റേഷൻ, പ്രാണായാമ, യോഗ, ഇത് 3 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ്സിനെ വളരെ കുറയ്ക്കുകയും അതുപോലെ വെയിറ്റ് ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും നിങ്ങളുടെ എക്സസൈസിൽ യോഗയും പ്രാണായാമയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലി 3 പ്രാവശ്യം യോഗ പോലുള്ള മെഡിറ്റേഷൻസ്, പ്രാണായാമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇനി അടുത്തൊരു കാര്യം ഉറക്കമാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വൈകി ഉറങ്ങുന്നതും അതുപോലെ രാവിലെ വളരെ ലേറ്റായി എഴുന്നേൽക്കുന്നതും ഒക്കെ ഇതിനെ വളരെ കൂട്ടാനുള്ള, ഇതിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഇത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിൻ്റെ ഒരു സൈക്കിളാണ്. ഒരു 10 o'clock ആകുമ്പോഴെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 10 to 6 അങ്ങനെ നമ്മുടെ ഉറക്കത്തിനെ എപ്പോഴും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇന്ന് 10 മണിക്ക് ഉറങ്ങുക, നാളെ 12 മണിക്ക് ഉറങ്ങുക, അങ്ങനെയല്ലാതെ ആ ഒരു സൈക്കിൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരേ രീതിയിൽ നല്ല ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കുറക്കുക എന്നുള്ളതാണ്. ഷുഗർ, വൈറ്റ് ഷുഗർ നിങ്ങൾ ചായയിൽ കാപ്പിയിലൊക്കെ ഇടുന്നതും അങ്ങനെയുള്ള എല്ലാ വൈറ്റ് ഷുഗേഴ്സും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഉപ്പിൻ്റെ അളവും വളരെ കുറക്കണം. ഉപ്പ് വളരെ ലിമിറ്റഡ് ആയിട്ട്, കറികളിലൊക്കെ ഇപ്പം നമ്മൾ ഉപ്പിടാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വന്ന് സാൾട്ടഡ് നട്ട്സ്, ഫ്രൈഡ് ചിപ്സ് ഇങ്ങനെയുള്ള ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സമയമാണ്. ഒരു പ്രത്യേക, അതായത് രാവിലെ ഒരു 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 1-1:30 കഴിക്കുക, രാത്രി ഒരു 7:30 മുന്നേ ഭക്ഷണം അവസാനിപ്പിക്കുക, ഡിന്നർ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഇലക്കറികൾ, ചീര, അതുപോലെ നമ്മുടെ പാലക്ക്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ നട്ട്സും അതുപോലെ സീഡ്സും ആണ്. സീഡ്സും നട്ട്സും ഡെയിലി കഴിക്കാൻ വേണ്ടി നോക്കുക. ആൽമണ്ട്, അതുപോലെ വാൽനട്ട്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇതൊക്കെ വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ്. ഇതൊക്കെ ഡെയിലി കുറച്ച് ഒരു പിടിയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കറികളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബീൻസ്, തക്കാളി, കോളിഫ്ലവർ ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങൾ പയറുവർഗ്ഗങ്ങൾ, കടല പോലുള്ള പയറുവർഗ്ഗങ്ങളും വളരെ നല്ലതാണ്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മീറ്റ്, അതുപോലെ ഫിഷൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. ഈ കഴിക്കുന്നത് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഫ്രൈഡ് ആയിട്ട് കഴിക്കാതിരിക്കുക. ഇതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഔഷധ ഗുണമുള്ള 2 മരുന്നുകളിലേക്ക് വന്നാൽ, ഒന്ന് തഴുതാമ, അതുപോലെ ശതാവരി. ഇത് രണ്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇത് വളരെ നല്ലതാണ്. തഴുതാമ നമുക്ക് തോരനൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതുപോലെ ശതാവരി കിഴങ്ങും നമുക്ക് തോരൻ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ രാവിലെയുള്ള ഒരു റുട്ടീനിൽ നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഉൾപ്പെടുത്തുക. ഒരുപാട് കഴിക്കാനല്ല, 1 സ്പൂൺ നെയ്യ് ഉൾപ്പെടുത്തുക. അതായത് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, പശുവിൻ നെയ്യ്. ഇത് നിങ്ങൾക്ക് ഇനി വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് 1 സ്പൂൺ, ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 സ്പൂൺ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്താലും മതി. അപ്പോൾ ചൂടാക്കാതെ വെറും പച്ചയായ നെയ്യ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യം ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ. അതുപോലെ തന്നെ ഒലിവ് ഓയിലും വളരെ നല്ലതാണ്. ഒലിവ് ഓയിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കഴിക്കാൻ പാടില്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സാൾട്ടി ഫുഡ്, അതുപോലെ മധുര പലഹാരങ്ങൾ, മധുരം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആഡഡ് ഷുഗേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടിയ, അതായത് അരിഭക്ഷണം ഒരുപാട് കഴിക്കാതിരിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് അരിഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും അതിൻ്റെ അളവ് കുറക്കാൻ നോക്കുക. പിന്നെ കേക്ക്, മഫിൻ പോലുള്ള പദാർത്ഥങ്ങളുണ്ടല്ലോ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മധുരം അടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കുറക്കുക എന്നല്ല, അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഫ്രൈഡ് ഫുഡ്സും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.
പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാലാണ്. പാല് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ സോയ പ്രൊഡക്ട്സ്, സോയ ചങ്ക്സ്, അതുപോലെ സോയ മിൽക്കൊക്കെ കിട്ടുമല്ലോ, അതൊന്നും നല്ലതല്ല, അതും അവോയ്ഡ് ചെയ്യുക. സോയ ബീൻസ്, അതായത് പച്ച പയർ കിട്ടും, സോയയുടെ പച്ച പയർ, അത് വളരെ നല്ലതാണ്, അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ സോയ മിൽക്കൊക്കെ, ടോഫു ഒക്കെ കിട്ടുമല്ലോ സോയയുടെ, അതൊക്കെ അത്ര നല്ലതല്ല, അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി 1 സ്പൂൺ ത്രിഫല കഴിക്കുക. ഇത് വളരെ നല്ലതാണ്. രാത്രി ബെഡ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടാൻ, നമുക്കതൊരു മരുന്നായിട്ട് കരുതണ്ട, അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ അത് ഉൾപ്പെടുത്തുക. അത് വളരെയധികം നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ PCOSനെ നമ്മുടെ വരുതിയിൽ വരുത്താൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് അത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്